ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ പെരുന്നാൾ പിറ്റിന്, അതായത് രണ്ടാം പെരുന്നാളിൻ്റെ അന്ന് നമ്മളെ മേമൻ്റെ വീട്ടിൽ കൂടിയ ദിവസത്തെ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അങ്ങനെ നമ്മൾ അവിടെ തലേന്ന് എത്തിക്കണ്, പക്ഷേ ആ സമയത്തൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ പിറ്റേന്ന് ഇതാ നമ്മൾ കുളിച്ച് മാറ്റിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അങ്ങനെ ഇന്ന് ബിരിയാണിയാണ്, ഇന്നലെയും ബിരിയാണി, അതായത് പെരുന്നാളിൻ്റെ അന്നും ബിരിയാണിയാണ്, ഇന്നും ബിരിയാണിയാണ്. അങ്ങനെ നമ്മൾ കിച്ചണിലെല്ലാവരും ഓരോന്നും സെറ്റാക്കിക്കൊണ്ട് നിൽക്കുകയാണ്. പെരുന്നാളിൻ്റെ അന്ന് നമ്മൾ തറവാട്ടിലാണ് കൂടിയത്. ഇന്നിതാ ഇവളുടെ വീട്ടിലാണ്. ഇവളെ ഡാഡി സൗദി പോവാണ്. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ അവിടെ നിന്ന് കൂടാൻ വിചാരിച്ചിട്ട്. ബാക്കിലാണെങ്കിൽ ഭയങ്കര അന്താരാഷ്ട്ര ചർച്ച നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഗൾഫ് പോണ ആ ഒരു ദിവസം തന്നെയാണ് ഇന്ത്യക്കാക്കിയും ട്രിപ്പ് പോകണത്. ഓനൊരു ലോങ് പോവാണ്, ലോങ് ട്രിപ്പാണ്. അപ്പോൾ ആ ഒരു പോക്കും ഈ ഒരു പോക്കൊക്കെ ഒരേ ദിവസം ഒരേ സമയത്താണ്. അപ്പോൾ നമ്മൾക്ക് ഇനി വീട്ടിൽ പോയിട്ട് ഓനിക്കുള്ള കാര്യങ്ങൾ പാക്ക് ചെയ്യാനും അതുപോലെ ഡ്രസ്സും ഫുഡ് ഐറ്റംസും ഒക്കെ സെറ്റാക്കി കൊടുക്കാനും ഒക്കെ ഉണ്ട്. പിന്നെ എല്ലാവരും നല്ല ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുകയാണ്. കാരണം എല്ലാവർക്കും നല്ലോണം വിശക്കുന്നുണ്ട്. വേഗം ഫുഡ് അയച്ചിട്ട് വേണം നമുക്ക് ഇനി ബാക്കി കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് പോകാൻ. അങ്ങനെ എല്ലാവരും അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് പിന്നെ കുറേ നേരം സംസാരിച്ചൊക്കെ ഇരുന്ന് പിന്നെ നമ്മൾ ചെറിയൊരു ഗെയിമൊക്കെ കളിച്ച് അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് ചെറുതായിട്ടൊന്ന് ഇത്ര ഇരുട്ടായി പോയിട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ പെൺകുട്ടികൾ മാത്രം ബസ്സിൽ പോകണ്ടെന്ന് ഒരേ നിർബന്ധം. വീട്ടുകാർക്കൊക്കെ ഭയങ്കര പേടിയല്ല, പെൺകുട്ടികളല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മളെ കൂടെ ഈ ഫറാസിനെ വിട്ടിക്കണ്. അങ്ങനെ നമ്മളെല്ലാവരും കൂടി രാത്രി ബസ്സിന് കാത്തിക്കാണ്. ഇവളാണ് നമ്മളെ ആക്കി തരാൻ വന്നത്. ഇവക്കാണെങ്കിൽ അതിലേറെ പേടിയാണ്. ഞാൻ പോവട്ടെ, വീട്ടിലേക്ക് പോവട്ടെ എന്ന് വെച്ചിട്ട് വെറുപ്പിക്കേനു ഇവള്. അപ്പോൾ ഗൈസ്, നമ്മൾ ഇപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോകണം. അപ്പം ഇവളും നമ്മളെ യാത്ര ആക്കാൻ വന്നതാണ്. അപ്പം ഇവനുമാണ് പോണത്. നമുക്ക് തള്ളവൈബ്, നമ്മളെ കൂട്ടത്തിലത്തെ തള്ളവൈബ്. അപ്പൊ ഇപ്പൊ സമയം 7 മണിയായി. ഈ ഒറ്റൊരു പുരുഷൻ ഉള്ളതിന്റെ ബലത്തിലാണ് നമ്മളെ വീട്ടിൽ നിന്ന് വിട്ടത് അല്ലേ? കാണിച്ചു തരാം. ഇൻസ്റ്റ ഐ ഡി ഫറാസ്, വേണമെന്നുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാം. ഫോട്ടോ കണ്ടിട്ട് മുട്ടായി എടുക്കൽ എങ്ങനെയാണ് ഒന്നുകൂടി കാണിച്ചു തരൂ. ഫോട്ടോ എടുക്ക്. ഫറാസിന്റെ പൈസ ഇല്ല ഫോണില്. ആ ചില്ലറക്കാരനല്ല, ഫോണിൽ പൈസ ഉണ്ട്. അങ്ങനല്ല പറഞ്ഞത്, വിളിക്കണം പറഞ്ഞത്. ഇങ്ങനെ കളവറിയാല് നമ്മൾ പോട്ടെ. ഞാൻ തെറിച്ചാളി നമ്മള് വിളിച്ചോളാം. ഫറാസിനെ പോന്ന് വിളിച്ചോളാം. പോടാ മെൻഷനാക്കിയില്ലേ ജി? അല്ലാ തുള്ളല്. മറ്റേ സ്റ്റെപ്പ് ഒന്നും കൂടി അറിയാം. മറ്റേ സ്റ്റെപ്പ് ബസ് എപ്പോഴും വരാൻ തള്ളവൈബ് ബസ് വരാൻ പറ്റില്ല. ബസ് വന്നുണ്ടാവും. ബസ് അങ്ങോട്ട് പോകും, അത്ര തന്നെ. ഒരു ദിവസം അല്ല, ബസ് അവിടുന്ന് നേരെ ചാടി അങ്ങോട്ട് പോവല്ലേ, അതിൽ കൂടെ പോവുള്ളൂ. നിങ്ങൾ അടിക്കൂല, അങ്ങനെ പോകും. നിങ്ങൾക്ക് പണ്ട് അതൊരു പണി. നല്ല വേറെ പൊയ്ക്കോ, അവരോട് പറയാൻ വിളക്കാൻ പറഞ്ഞോ. അല്ലാ, പെണ്ണത്തെ ഫറാസിനെ നോക്കണേ. ഇപ്പോൾ ഗൈസ്, നമ്മളിതാ നമ്മളുടെ നാട്ടിലെത്തിയിരിക്കുന്നു. നമ്മളിങ്ങനെ സുരഭിമാൾക്ക് പോവാണ്. നമുക്ക് സുരഭിമാൾക്കാണ് കുറച്ച് പർച്ചേസിംഗ് ഉണ്ട്. ഒരു കസിൻ ബ്രദർ വലിയൊരു ട്രിപ്പ് പോവുകയാണ്. അപ്പോൾ അതിലേക്കുള്ള കുറച്ച് പർച്ചേസിംഗ് കാണാ എമ്പുരാൻ കണ്ടല്ലോ. അപ്പൊ ഗൈസ്, നമ്മളൊരു ബ്രഷ് എടുത്തിട്ടുണ്ട്, പേസ്റ്റ്. പിന്നെ ഒരു കൊല്ലത്തേക്കല്ല, 2 മാസത്തേക്കാണ് പോണേ. അപ്പം അതിനുള്ള മതി. പെരുന്നാളും പോക്കും ഒക്കെ ഒരുമിച്ച് അതിനെ കൊണ്ട് തന്നെ നമുക്കൊന്നും അങ്ങനെ പ്രത്യേകിച്ച് മേടിച്ച് വെക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്തിന്, നമ്മൾ ഈ ട്രെയിനിൽ നിന്ന് നമുക്ക് 2 ദിവസത്തെ ട്രാവൽ ഉള്ളതിനെ കൊണ്ട് തന്നെ ട്രെയിനിൽ നിന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എന്തെങ്കിലുമൊക്കെ നുറുക്ക് അങ്ങനത്തെ കുറച്ച് പലഹാരങ്ങളൊക്കെ മേടിക്കാമെന്ന് വിചാരിച്ചിരുന്നു. അതുവരെ അപ്പോൾ ലാസ്റ്റ് മിനിറ്റ് പർച്ചേസിങ്ങിന് ഇറങ്ങിയതാണ് നമ്മളെല്ലാവരും കൂടി. അങ്ങനെ എനിക്ക് ഡെയിലി അവിടെ യൂസ് ചെയ്യാനുള്ള ബ്രഷ്, പേസ്റ്റ്, പിന്നെ ചീർപ്പ്, അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ട്. ഫേസ് വാഷ്, കണ്ടീഷണർ, ഷാമ്പൂ, സിറം, സൺസ്ക്രീൻ, മോയ്സ്ചറൈസർ, അങ്ങനെ കുറേ സംഭവങ്ങൾ നമുക്ക് മേടിക്കാനുണ്ടേനു. അങ്ങനെ നമ്മൾ സുരഭിമാളിൽ
എത്തിയിട്ട് അവിടെ തന്നെയുള്ള നമ്മളെ കിങ്സ് മാർട്ടിലേക്ക് പോയി എന്നിട്ട് അവിടെ നിന്നാണ് സാധനങ്ങളൊക്കെ നോക്കണത് കേട്ടോ. അപ്പോൾ ഒരുവിധം സാധനങ്ങളൊക്കെ നമ്മളെ ലിസ്റ്റ് ഉണ്ട്, ടിഷ്യൂ പേപ്പർ പിന്നെ അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട് എനിക്ക് മേടിക്കാൻ. അങ്ങനെ നമ്മളെല്ലാം കൂടെ മേടിക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ്. നമ്മൾ നേരത്തെ അവിടെ നിന്ന് ബസ് കയറിയിട്ട് നമ്മളെ സ്ഥലത്ത് വന്ന് രാമനാട്ടിൽ വന്ന് ഇറങ്ങിയിട്ട് അവിടെ നിന്നാണ് നമ്മൾ എല്ലാവരും കൂടി സാധനം മേടിക്കണത്. എന്നിട്ട് നമ്മളെല്ലാവരും കൂടി വീട്ടിലേക്ക് പോകും. അങ്ങനെ പിന്നെ നമ്മൾ അവിടെ നിന്ന് എന്തെങ്കിലും നമുക്ക് അന്നേരം കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് ജ്യൂസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഡ്രിങ്ക് എന്തെങ്കിലും കുടിക്കാൻ വേണ്ടിയിട്ട് അതെടുക്കാൻ വേണ്ടിയിട്ട് പോയി. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ ജ്യൂസൊക്കെ സെലക്ട് ചെയ്ത് ഇനി നേരെ നമ്മൾ ബില്ലടിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അങ്ങനെ നമ്മൾ ബില്ലിൻ്റെ സെക്ഷനിലേക്ക് പോയി. അപ്പോൾ അവിടെ പോയപ്പോൾ അവിടെ ആണെങ്കിൽ അത്യാവശ്യം നല്ലോണം തിരക്കുണ്ടേനു. ആ സമയത്ത് അവിടെ ഫറാസിനോട് എന്തോ കാര്യത്തിന് ചൂടാവാണ്. റിഫ നല്ലോണം ചൂടാവുന്നുണ്ട്. എന്തോ ഒരു ചെറിയൊരു പ്രശ്നം, ഒരു തമ്മിലൊരു സൗന്ദര്യപ്പിണക്കം. അങ്ങനെ പിന്നെ ബില്ലടിക്കേണ്ട നേരത്ത് ഫാമി അവിടെ പോയിട്ട് ഡയറി മിൽക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് എൻ്റെ വീഡിയോ എടുത്തിക്കണ്. അങ്ങനെ നമ്മളിങ്ങനെ അവിടെ പോയിട്ട് എന്താക്കാൻ പോവാണ്, ബില്ലടിക്കാൻ പോവാണ്. അപ്പോൾ ബില്ലടിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ അത്യാവശ്യമായിട്ട് ഒരു ചീർപ്പ് മേടിച്ചിട്ടുണ്ടെങ്കിൽ പക്ഷേ ആ ചീർപ്പ് മേലെ ഒരു സ്റ്റിക്കർ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം എടുക്കണില്ല. അങ്ങനെ നമ്മളത് അവിടെ തന്നെ വെച്ച് ഇനി നമ്മൾ ബാക്കി സംഭവങ്ങളൊക്കെ ബില്ലടിക്കുകയാണ്. അവിടെ നിന്ന് നമ്മൾ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ മേടിച്ചിട്ടോ. പക്ഷേ നമുക്ക് ഇനി സൺസ്ക്രീൻ കിട്ടിയിട്ടില്ല. അപ്പോൾ ഫറാസിനും ഒരു നല്ല സൺസ്ക്രീൻ വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ മിൻറ്റിലേക്ക് വന്നതാണ്. ഇവിടെ നിന്ന് നമ്മൾ സൺസ്ക്രീനൊക്കെ നോക്കുകയാണ്. പിന്നെ ആവശ്യമുള്ള കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങൾ, അതായത് ഓനക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് തന്നെയുള്ള ആ ഒരു സൂപ്പർ മാർക്കറ്റിൽ ഇല്ലാത്ത സാധനങ്ങൾ ഇവിടെ ഉണ്ടാവും. അങ്ങനെ നമ്മൾ നല്ല നോക്കിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ സൺസ്ക്രീനൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. കുറേ തിരിഞ്ഞിട്ടും നമുക്ക് ആവശ്യമുള്ള നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു സൺസ്ക്രീൻ നമുക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടില്ലേനു. പക്ഷെ നമ്മൾ ലാക്മേൻ്റെ ഒരു സൺസ്ക്രീനാണ് അവിടെ നിന്ന് എടുത്തത്. പിന്നെ ഫേസ് വാഷ് അങ്ങനത്തെ ഒക്കെ നോക്കി നമ്മൾ ഫേസ് വാഷ് ഓൾറെഡി അവിടെ നിന്ന് എടുത്തതിനെ കൊണ്ട് അത് വേറെ എടുക്കണില്ല. അങ്ങനെ പിന്നെ നമ്മളിത് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കട്ടെ. ഇതൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് വേണം നമുക്ക് വീട്ടിലേക്ക് പോകാൻ. വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ച് നേരമായി. അങ്ങനെ ഓരോ വീഡിയോ കോൾ ചെയ്തിട്ട് ഇത് മതിയോ എന്നൊക്കെ ചോദിക്കുകയാണ്. അങ്ങനെ അവിടെ നിന്നുള്ള ഓന് പറഞ്ഞ സൺസ്ക്രീൻ അവിടെ നിന്ന് എടുത്തിട്ട് ബില്ലടിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ ഓട്ടോ കയറാൻ വേണ്ടിയിട്ട് പോകുമ്പോഴാണ് തോർത്തുമുണ്ട് മേടിച്ചിട്ടില്ല എന്ന് ഓർമ്മ വന്നത്. അങ്ങനെ അവിടെ ഉള്ളൊരു പീടിയൊക്കെ ഇട്ട് തോർത്തുമുണ്ടും അങ്ങനെ വീട്ടിലെത്തി. അതിന് ശേഷം കുറച്ച് നേരം കഴിഞ്ഞ് നോക്കുമ്പം ഇപ്പോൾ ഇവിടെ പാക്കിംഗ് ഒക്കെ തുടങ്ങിക്കണം കേട്ടോ. അപ്പോൾ അവിടെ കിട്ടാത്ത സംഭവങ്ങളൊന്നും അല്ല, എന്നാലും ഇവിടുത്തത് കൊണ്ടുപോകണം. അതായത് അവിടെ കുറച്ച് ആൾക്കാരുണ്ട്, ഇവൻ ഒറ്റയ്ക്കല്ല, കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് റൂമിലേക്ക്. അങ്ങനെ എല്ലാവർക്കും കൂടിയുള്ള സാധനങ്ങൾ ഇവിടുന്ന് ഓരോ ഓർഡർ ചെയ്തതാണ്. അങ്ങനെ അതൊക്കെ ഇവൻ കൊണ്ടുപോകാണ്ട്. അപ്പോൾ കുറച്ച് അത്യാവശ്യം നല്ല ലഗേജൊക്കെ ഉണ്ട്. അച്ചാറ് നമ്മൾ സംഭവം ഗൾഫിൽ പോണ പോലെ തന്നെ ഒരു ഫീൽ ചെയ്യുന്നു. അങ്ങനെ എല്ലാം ഇപ്പോൾ വേഗം പാക്കൊക്കെ ചെയ്ത് സെറ്റാക്കി കൊടുക്കുകയാണ്. അപ്പോൾ പിന്നെ ആ ഒരു സമയത്ത് ഇമ്മ ആണെങ്കിൽ ഓനക്ക് കൊണ്ടുപോകാനുള്ള ഫുഡ് സെറ്റാക്കുകയാണ്. അതായത് 2 ദിവസത്തെ ഒരു ട്രെയിനിൽ 2 ദിവസത്തെ ഒരു ട്രാവൽ ചെയ്യാനുണ്ട്. അപ്പോൾ ഉമ്മ ഫുഡ് സെറ്റാക്കുകയാണ്. ഇപ്പം അവിടെ പൊടികളൊക്കെ ഉള്ള ബാഗ് പാക്ക് ചെയ്യുകയാണ്. ഞാനിവിടെ ഓനക്ക് അത്യാവശ്യമായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉള്ള ഈ ഒരു ചെറിയ ബാഗും പാക്ക് ചെയ്യുകയാണ്. എന്നിട്ട് പിന്നെ ഈ ഒരു ബാഗ് പാക്കിങ് കഴിഞ്ഞിട്ട് വേണം എനിക്ക് അവൻ്റെ കുറച്ച് ഷർട്ടും കാര്യങ്ങളൊക്കെ അയൺ ചെയ്തിട്ട് മടക്കിയിട്ട് വേറൊരു വലിയൊരു ബാഗുണ്ട് അതിലേക്ക് ആക്കി വെക്കാൻ. പിന്നെ അപ്പോഴത്തേക്ക് ഇതാണ് നമ്മുടെ ടേബിളിൻ്റെ അവസ്ഥ. എല്ലാം കെട്ടിപ്പൊതിഞ്ഞൊക്കെ സെറ്റ് ആയിക്കണേ. പിന്നെ അമ്മ ആണെങ്കിൽ അവിടെ ചപ്പാത്തിയൊക്കെ ആക്കിയിരിക്കണം കേട്ടോ. പിന്നെ അച്ചാറും ഒക്കെ പാക്ക് ചെയ്ത് വെക്കുകയാണ്. അങ്ങനെ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ട് എനിക്ക് ഈ ഒരു ടേബിൾ മേലേക്കാണ് വെക്കാനുള്ളത്. അപ്പോൾ അയിമലുള്ള സംഭവങ്ങളൊക്കെ ഒഴിച്ചേക്കാണ്. നമ്മൾ രാവിലെ തിരക്കിട്ട് പോയതിനെ കൊണ്ട് നമ്മൾ മാറ്റിയ സാധനങ്ങളൊക്കെ ഇതിലാണുള്ളത്. അപ്പോൾ അതിനെക്കൊണ്ട് അതൊക്കെ ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം വേണം എനിക്ക് ഈ ഒരു ടേബിളൊക്കെ ഒന്ന് ഓക്കെ ആക്കി വെക്കാൻ. അങ്ങനെ ഈ ഒരു ബാഗൊക്കെയാണ് ഓനക്ക് കൊണ്ടുപോകാനുള്ള ബാഗ്. ഇനി അയൺ ചെയ്ത് വെക്കുന്ന ഡ്രസ്സൊക്കെ ഇതിലേക്ക് വെക്കാനുള്ളതാണ്. അങ്ങനെ ഞാൻ നേരെ പിന്നെ അയൺ ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. ഓനക്കാണെങ്കിൽ ഷർട്ടൊക്കെ ഇടുന്നതിനേക്കാളും ഇഷ്ടം ടീഷർട്ട് ഇടാനാണ്. ഏറ്റവും ഉള്ളതും ടീഷർട്ട് തന്നെയാണ്. അതിനെക്കൊണ്ട് തന്നെ കുറച്ച് ഷർട്ടും പിന്നെ ബാക്കിയൊക്കെ ടീഷർട്ടാണ് അയൺ ചെയ്യാനുള്ളത്. അങ്ങനെ ഞാൻ പിന്നെ അതൊക്കെ വേഗം അയൺ ചെയ്യാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് വേണം ഓനക്ക് ട്രെയിനിൽ നിന്ന് കഴിക്കാനുള്ള ഫുഡൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കാൻ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കുളിച്ച് മാറ്റി വന്ന് രാത്രി ഈ ഒരു ചായയും കുടിച്ച് ഇതിൻ്റെ കൂടെ ഏലാഞ്ചി എന്ന് പറഞ്ഞ ഈ ഒരു സംഭവം ഇതാണ് കഴിച്ചിരുന്നത്. എന്നിട്ട് നമ്മൾ നേരെ കുറച്ച് നേരം കിടന്നുറങ്ങിയിട്ട് ഏകദേശം ഒരു 3 മണിയൊക്കെ ആയിക്കും നമ്മൾ കിടക്കുമ്പോൾ. പിന്നെ ഒരു 5 മണിക്ക് നമുക്ക് നീക്കും വേണം, 6 മണിക്കാവും പോകും. അങ്ങനെ പിന്നെ നമ്മളിതൊക്കെ കഴിച്ചിട്ട് നേരെ കിടക്കാൻ വേണ്ടിയിട്ട് പോയി. അപ്പോഴാണ് അമ്നുവിന് വിശക്കണെന്ന് പറഞ്ഞത്. അങ്ങനെ ഒക്കെ അവിടുന്ന് നമ്മളെ പെരുന്നാൾ ബിരിയാണി ഉണ്ട്, അങ്ങനെ അതും കൊടുത്തു. പിന്നെ ഇക്കാക്ക് വീഡിയോയിൽ വരാൻ വല്ലാണ്ട് ഇൻട്രസ്റ്റ് ഇല്ലാത്തതിനെ കൊണ്ടാണ് ഓൻ പോണ കാര്യങ്ങളൊന്നും ഞാൻ വീഡിയോ എടുക്കാഞ്ഞത്. അങ്ങനെ 6 മണിക്ക് ഓൻ നല്ല റാഹത്തായിട്ട് പോയിക്കണേ. പിന്നെ ഓന് ട്രെയിനിൽ കയറി എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചിട്ടൊക്കെ ഉണ്ടേനു. അങ്ങനെ എന്തായാലും എല്ലാം നല്ല റാഹത്തായി. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി ഓന് എന്തായാലും ഒരു 2 മാസം കഴിഞ്ഞിട്ടേ വരുള്ളൂ. ഇനി വേറെ വീഡിയോസൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ എല്ലാവരോടും ബൈ.